നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. കനകരാജ, അയാള് വീട്ടിൽ തിരിച്ചെത്തി കാണും. ഹലോ, ആ, ഞാനൊരു ഓട്ടോ പിടിച്ച് ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ബാക്കിയൊക്കെ നേരിട്ട് നമുക്ക് പറയാം. ശരി. കനകരാജ് സഹായിക്കാൻ തയ്യാറായ സച്ചിയിൽ നിന്ന് വാങ്ങിയ പണം രഘുവിനെ കൊണ്ട് ഉടനെ തന്നെ തിരിച്ചു കൊടുപ്പിക്കണം. അച്ഛാ, ഒന്നുകൂടെ ആലോചിച്ചിട്ട് വീട് പണയപ്പെടുത്തിയാ പോരെ? അത് നാളെ വലിയൊരു ബാധ്യതയല്ലേ? അതെ, പണയപ്പെടുത്തുന്നത് ബാധ്യത തന്നെ. കനകരാജിന് വീട് വിലക്കെടുക്കാൻ പറ്റുമെന്ന് ഞാൻ ചോദിക്കാം. അപ്പൊ പിന്നെ എല്ലാ ബാധ്യതകളും തീരുമല്ലോ. ലംബോദരനെ കൊണ്ട് ഒരു ഓട്ടോ വിളിപ്പിച്ച അച്ഛൻ അതിലങ്ങ് പോവാം. ഞാൻ പറയാം, അച്ഛൻ ഇവിടെ ഇരുന്നു. വാ വാ, ഇങ്ങോട്ട് വാ. നിർത്ത, ഇങ്ങോട്ട് തിരിച്ചു കയറ്റിട്ടോ. പോട്ടെ പോട്ടെ പോട്ടെ, വാ 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 വാ. വണ്ടി പോട്ടെ. കൊണ്ടുവാ കൊണ്ടുവാ. പിന്നെ ഒരു ആപത്തും കൂടാതെ തിരിച്ചു വരാൻ എല്ലാവരും പ്രാർത്ഥന ഉണ്ടാവും. ലതികെ, ധൈര്യമായിട്ടിരിക്കും. ബാലേട്ടനെ ഇതുവരെ അറിയിച്ചിട്ടില്ല. ഉടനെ അറിയിച്ച് വിഷമിപ്പിക്കണ്ട. രാത്രി ആവുമ്പോഴേക്കും വിനയൻ ഇങ്ങ് തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിക്കാം. മാഷിങ്ങനെ പറയുമ്പോ ഒരു ആശ്വാസം. എന്നാ ഞാൻ ഇറങ്ങാം. വേറെ ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി ഉണ്ട്. മോളച്ചൻ വിളിച്ചോളാം. ശരി അച്ഛാ. ലംബോദരൻ ഇവിടെ തന്നെ കാണുമല്ലോ അല്ലേ? ഞാൻ ഇവിടെ തന്നെ കാണും മാഷേ, ഒരു ടെൻഷനും വേണ്ട. മറക്കണ്ട, ഒന്ന് ശ്രദ്ധിച്ചേക്കണം. ശരി മാഷ്, പോയിട്ട് വാ. നമുക്ക് പോവാം. ശരി. ഹലോ. ഓ, സർ. എന്താ വലിയ അന്വേഷിച്ചോ? പിന്നെ ദാസാർ ഒരു കാര്യം പറഞ്ഞാൽ ഞാനത് ചെയ്യാതിരിക്കും. ജീവൻ രാജിന്റെ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാ. വലിയ സെറ്റപ്പ് ഒന്നുമില്ല. അച്ഛൻ ബാങ്കിലെ ക്ലർക്കാ, അമ്മ ഹൗസ് വൈഫും. ഒരു ചേച്ചി ഉണ്ടായിരുന്നതിനെ കെട്ടിച്ചയച്ചു. ജീവൻ രാജിനെ കല്യാണം ആലോചിക്കാനല്ല വിജയനെ ഞാൻ അങ്ങോട്ട് അയച്ചത്. അറിയാം സാറേ, അന്വേഷിക്കുമ്പം എല്ലാം അന്വേഷിക്കണമല്ലോ. അവരുടെ കുടുംബക്കാര് പാവാണെങ്കിലും ഇവനൊരു വില്ലനാ. ആദ്യമൊക്കെ കോളേജിലെ വലിയ സ്റ്റാർ ആയിരുന്നു അവൻ. കോളേജ് യൂണിയന്റെ നേതാവുമായിരുന്നു. അതൊക്കെ വിട്ട് വേറൊരു ലെവലിലായി ഇപ്പൊ കക്ഷി. എന്നുവെച്ചാ അവനൊരു കൂട്ടുകാരനുണ്ട്, ആസിഫ്. കണ്ടമാനം കാശുള്ള വീട്ടിലെയാ. അതിൻ്റെതായ എല്ലാ കുഴപ്പങ്ങളും ഉണ്ട് അവന്. മയക്കുമരുന്നും പെണ്ണും ആസിഫിന് ഒരു വീക്ക്നെസ്സാ. അങ്ങനെയുള്ള ഒരുത്തന് എപ്പോഴും നാലാൾ അംഗീകരിക്കുന്ന ഒരുത്തന്റെ സപ്പോർട്ട് ആവശ്യമാണല്ലോ. അതിനാണ് ആസിഫ് എന്തും കൊടുത്ത് ജീവൻ രാജിനെ കൂടെ നിർത്തിയിരിക്കുന്നത്. അപ്പോ കൊട്ടേഷൻ ടീമിനെയൊക്കെ ഏർപ്പാടാക്കിയത് ആസിഫ് ആയിരിക്കും അല്ലേ? ജീവന് അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ വിനയന്റെ കിഡ്നാപ്പിങ്ങിന് പിന്നില് അവൻ തന്നെ ആയിരിക്കും. ആസിഫിൻ്റെത് വമ്പൻ സെറ്റപ്പാണ് സാറേ. പണം എറിഞ്ഞുണ്ടാക്കിയ ഗ്രൗണ്ട് സപ്പോർട്ടാണ്. എളുപ്പത്തിലൊന്നും മറ്റുള്ളവർക്ക് അടുക്കാൻ പറ്റില്ല. അത് നമുക്ക് നോക്കാം. ഈ ആസിഫിനെ ഒരാളെ തട്ടിക്കൊണ്ടുപോയി തടൽ വയ്ക്കാൻ പറ്റുന്ന കേന്ദ്രങ്ങളുണ്ടോന്നാണ് ഇനി അറിയുന്നത്. അതിന് വല്ല വഴിയുണ്ടോ വിജയ? ആസിഫിന്റെ ഫാമിലിയുമായി പണ്ടേ വിരോധമുള്ളൊരു ടീമുണ്ട്. അതുവഴി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം സാർ. ചിലപ്പോൾ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാലോ. എന്നാ വാ, നമുക്ക് ഒരുമിച്ച് പോവാം.
അങ്ങനെയൊന്നും പോയാൽ അവരെ കാണാൻ പറ്റില്ല സാറേ. അവരൊക്കെ എവിടെയാണെന്ന് എനിക്ക് പോലും അറിയില്ല. ഞാൻ ഒന്ന് രണ്ട് പേരെ വിളിച്ചു നോക്കട്ടെ. നമുക്ക് അങ്ങനെ ഒരു ഒളിസംഗീതം ഉണ്ടെന്ന് അറിഞ്ഞാൽ പോരെ? അത് ഞാൻ ഏറ്റു. മഞ്ചാടിക്കും ചിലപ്പോ തെറ്റുപറ്റിക്കൂടെ അച്ഛാ? അന്ന് അവള് ജീവൻ രാജിന്റെ കൂടെ പോകുന്ന കാര്യം അച്ഛനോട് പോലും മറച്ചു വെച്ചില്ലേ? യാത്രയുടെ ക്ഷീണം കൊണ്ട് മയങ്ങിപ്പോയപ്പോഴാ ജീവൻ അവളെ റെസ്റ്റ് ചെയ്യാൻ ഹോട്ടലിൽ കൊണ്ടുപോയതെന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ യാദൃശ്ചികമായി എത്തിയ അവരെ അതേ ഹോട്ടലിലെ സ്റ്റാഫായ ഗോകുൽ ആക്രമിക്കാൻ ശ്രമിക്കുമെന്ന് അച്ഛന് തോന്നുന്നുണ്ടോ? നിന്റെ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ ആരൊക്കെയാ? ആ ജീവൻ രാജു ആൻമേരിയും അടങ്ങുന്ന സീനിയേഴ്സ് അല്ലേ? അവരിൽ നിന്ന് വ്യക്തമായൊരു ഉത്തരം നിനക്ക് കിട്ടും തോന്നുന്നുണ്ടോ? അച്ഛാ, ഞാൻ അപ്പോഴത്തെ ഒരു ആവേശത്തിൽ വന്ന് എന്തൊക്കെയോ പറഞ്ഞുപോയി. അച്ഛനത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്താ പോരെ? നിർത്ത്, ഒതുക്ക്. സാറേ, ആളിതിലുണ്ട്. അനന്തം മാഷല്ലേ? അതെ സാർ. എന്താ? മാഷ് ഇങ്ങോട്ടൊന്ന് ഇറങ്ങണം, ഒരു കാര്യം പറയാനുണ്ട്. എന്താ സാർ പ്രശ്നം? പറയാം. മാഷിനെതിരെ ഒരു ചെക്ക് കൊടുത്ത് വഞ്ചിച്ചു എന്നൊരു കേസുണ്ട്. എന്റെ മരുമകന്റെ ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു 15 ലക്ഷം രൂപ ഒരു കമ്പനിക്ക് കൊടുക്കാനുണ്ട്. ആ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് എന്റെ പേരിലുള്ളൊരു ചെക്ക് ഞാൻ കൊടുത്തിരുന്നു. അതിന്റെ പേരിൽ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടുണ്ട് മാഷെ. സാർ, അത് ആ കടം തീർക്കാൻ എന്റെ വീട് പണയം വെക്കാൻ വേണ്ടി പോവാൻ ഞാൻ. ദേ, ഇത് വീടിന്റെ പ്രമാണോ? 2 ദിവസത്തെ സാവകാശം കൂടി എനിക്ക് തരണം. ഈ പ്രമാണം ഒന്ന് പണയം വെക്കേണ്ട താമസം. എത്ര പൈസ? എന്താ സാർ, എന്താ പ്രശ്നം? സാറിന് ഇദ്ദേഹത്തെ പരിചയമുണ്ടോ? പിന്നെ ഞങ്ങൾ കുടുംബമായിട്ട് അടുപ്പുള്ളവരാ. 3 തവണ ചെക്ക് ബൗൺസായ കേസാ. നേരത്തെ കിട്ടിയ പരാതിയിൽ അന്വേഷണം നടക്കുമ്പോഴാ പരാതിക്കാരൻ തന്നെ വന്ന് പ്രതിയുടെ വിവരം നൽകിയത്. കസ്റ്റഡിയിൽ എടുക്കാതെ പറ്റില്ല സാർ. നമുക്ക് അയാൾക്ക് ഇപ്പൊ തന്നെ പണം നൽകി ഈ കേസ് കോംപ്രമൈസ് ചെയ്യാം. അതിന്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും ഞാൻ ഏറ്റെടുക്കുന്നു. മാഷിന് ഞാൻ എന്റെ വണ്ടിയിൽ സ്റ്റേഷനിലെത്തിക്കാം. അത് വേണ്ട. നിയമം അതിന്റെ വഴിക്ക് തന്നെ നടക്കട്ടെ. ദേവിയത് എന്നെ ഇങ്ങനെ വഴിയിൽ നിർത്തി വിചാരണ ചെയ്യരുത്. മാഷിന് സച്ചി സാറിന്റെ വണ്ടിയിൽ പോവാം. എന്തിന്? നിയമം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കണം. പണമുള്ളവർക്ക് പ്രൈവറ്റ് വാഹനം, അല്ലാത്തവർക്കൊക്കെ പോലീസ് വാഹനം. ആ നിലപാടൊന്നും ശരിയല്ല. ഒരു റിട്ടയർഡ് അധ്യാപകനായ എന്നെ നിങ്ങൾക്കിങ്ങനെ വാഹനത്തിൽ നിന്ന് പിടിച്ചിറക്കി വഴിയിൽ നിർത്താമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോലീസ് വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോവുകയും ചെയ്യാം. ഇദ്ദേഹത്തെ വണ്ടി കയറ്റ്. ശരി സാർ. വാ മാഷേ.
ഓക്കെ ബൈ. ഓക്കെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇനിയും വിളിക്കും. ഒന്ന് ഹെൽപ്പ് ചെയ്യണം. താങ്ക്സ്. ദാ സാറേ, ചെറിയൊരു ക്ലൂ കിട്ടിയിട്ടുണ്ട്. ഈ ആസിഫ് ഹൗസ് ബോട്ടൊക്കെ ഉള്ള ആളാ. വള്ളക്കടവില് അവർക്കൊരു ഗോഡൗൺ ഉണ്ട്. കുറെ കാലമായി പൂട്ടിയിട്ടിരിക്കാന്നാ കേട്ടത്. അവിടെ ഇപ്പോ കോളേജ് പിള്ളേരും മറ്റും വന്ന് ലഹരി അടിച്ച് പോകുന്ന ഇടമായി മാറിയിരിക്കുക.